പക്ഷേ ഇന്നത്തെ ഈ കൂടിക്കാഴ്ചയുടെ ദുരന്ത സ്പർശത്തിൽ എല്ലാം മാറി മറിയുന്നുവെന്നോ? ഉറക്കപ്പിച്ചിന്റെ ആകസ്മികതയിലെ ആ ദയനീയമായ തേങ്ങൽ ഒരിക്കലും നിലയ്ക്കാത്ത ഒരു നൊമ്പരത്തിന്റെ ആത്മരോദനമായി എന്നും മനസ്സാക്ഷിയുടെ ഇടനാഴികളിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നുവെന്നോ? ഒടുങ്ങാത്ത ഒരു കുറ്റബോധത്തിന്റെ അർബുദ ജീർണതയായി എൻ്റെ ഓർമ്മയുടെ പൂമുഖത്ത് തന്നെ നീ എന്നും കിടക്കുമെന്നോ? പണ്ടത്തെ പ്രിയപ്പെട്ടവളെ, പറഞ്ഞു തരൂ, അന്നത്തെ മുറിവിൽ, വേദനയിൽ, അപമാനത്തിൽ പറഞ്ഞുപോയ പടുവാക്കുകൾ വല്ലതും നിന്റെ നിത്യശാപമായി തീർന്നുവെന്ന് വിചാരിക്കുന്നുവോ? മഹാവ്യാധിയായി നിന്നെ കാർന്നു തിന്നുന്നു എന്ന് കരുതുന്നുവോ? മുറിവേറ്റ സ്നേഹത്തിന്റെ ആഴങ്ങളിൽ നിന്ന് വന്നുപോയ നിസ്സഹായവും താൽക്കാലികവുമായ ക്ഷോഭത്തിന്റെ വാക്മുനകൾക്ക് ഇത്ര മാരകമായ ശക്തിയുണ്ടെന്ന് നീ വിശ്വസിക്കുന്നുവോ? എങ്കിൽ ഞാൻ ദുഃഖിക്കുന്നു. വളരെ കാലത്തിന് ശേഷം ഞാൻ വീണ്ടും ഓർമ്മിച്ചു പോവുകയാണ്. നീ എപ്പോഴും പറയാറുണ്ടായിരുന്നില്ലേ, ഒരിക്കൽ നാം യാദൃച്ഛികമായി കണ്ടുമുട്ടി. രണ്ട് സ്ഥലത്തുള്ളവർ, രണ്ട് വ്യത്യസ്ത ജീവിത പശ്ചാത്തലമുള്ളവർ, രണ്ട് ജാതിയിലുള്ളവർ, എന്നിട്ടും ഒരിക്കൽ പരസ്പരം തിരിച്ചറിഞ്ഞ് സ്നേഹിച്ചു. ഒരിക്കൽ, ഇനി നമ്മൾ ഒരിക്കലും വേർപിരിയാത്ത ജീവിതത്തിൽ ഒന്നിക്കും. ആകാശവിദൂരതയിലേക്ക് വിരൽ ചൂണ്ടി നീ പറഞ്ഞു, അതാ നോക്കൂ, അതാണ് അശ്വതി നക്ഷത്രം, തൊട്ടടുത്ത് ശുക്ര നക്ഷത്രം, അവർ വധൂവരന്മാരാണ്. അപ്പുറത്ത് കാണുന്ന 7 നക്ഷത്രക്കൂട്ടമില്ലേ, അതാണ് സപ്തർഷികൾ, അവർ ആ വധൂവരന്മാരെ അനുഗ്രഹിക്കുകയാണ്. ആ അശ്വതിയും ശുക്രനും നമ്മളാണ്. ആ അനുഗ്രഹം, അതാണ് നമ്മുടെ ഒന്നിക്കൽ. ഇപ്പോൾ നിന്നെ കണ്ടുമുട്ടേണ്ടി വന്ന ഈ ദുസ്സഹ സാഹചര്യത്തിൽ ഞാൻ അറിയാതെ ചോദിച്ചു പോകുന്നു, ഈ ദുരന്തത്തിലാണോ ആ ഒന്നിക്കൽ? നിന്റെയും എന്റെയും രോഗാതുരവും ദുർബലവും വന്ധ്യവുമായി കഴിഞ്ഞ ഈ ജീവിതത്തിന്റെ ഒടുക്കത്തെ സന്ധ്യയുടെ വിഷാദമാത്രകളിൽ, ഉത്തരമില്ലാത്ത സമസ്യകളുടെ ക്രൂര പരിണാമങ്ങളിൽ, കലികാല കൽക്കിയുടെ ആരവങ്ങളും കോലാഹലങ്ങളും മേഘസംഘടനങ്ങളും പേടിപ്പിക്കുകയും കനത്ത നൊമ്പരത്തിന്റെ കടും പേമാരി നിറച്ചു കുതിർക്കുകയും ചെയ്യുന്ന ഈ കറുത്ത രാത്രിയുടെ അന്ത്യയാമത്തിലെ അല്പായുസ്സിലോ ആ ഒന്നിക്കലും വേർപിരിയിലും എന്നേ കഴിഞ്ഞിരിക്കുന്നു എന്ന് വിശ്വസിക്കുവാനാണ് എനിക്കിഷ്ടം. ആദ്യത്തേതിന്റെ മാധുര്യവും രണ്ടാമത്തേതിന്റെ സങ്കടവും രണ്ടായി തന്നെ നിൽക്കട്ടെ. ആദ്യത്തേത് മാത്രം നമുക്ക് ഓർമ്മിച്ചാൽ മതി. ചക്കി, നിന്റെ ശരിയായ പേര് വിളിക്കാൻ വിധി എനിക്ക് അവസരം തന്നില്ല. വേണ്ട, ചക്കി എന്ന് മാത്രം വിളിച്ചിരുന്ന ആ പഴയ കാലത്തെ ഓർമ്മ മാത്രം പോരെ നമുക്ക് മോദവും മുക്തിയും തരുവാൻ. നിനക്കത് ഓർമ്മയില്ലേ? ഇതാ ഇപ്പോൾ സപ്തർഷികളും അശ്വതിയും ശുക്രനും വേറെയും കോടാനുകോടി നക്ഷത്രങ്ങളും ഇമചിമ്മാതെ നിൽക്കുന്ന ആകാശവിതാനത്തിന്റെ ചുവട്ടിൽ മിന്നാമിനുങ്ങുകളും ചീവീടുകളും ദൃശ്യശ്രാവ്യ പശ്ചാത്തലമൊരുക്കി നിൽക്കുന്ന ഈ രാത്രിയുടെ ഏകാന്ത സാന്ദ്രതയിൽ, ഒറ്റപ്പെട്ട ഈ വീടിന്റെ നിരാധാരമായ നിശബ്ദതയിൽ ഞാൻ ഓർത്തുപോവുകയാണ്. ആ അനന്തതയിലെ കേവലമായ ഒന്നിക്കൽ മാത്രമേ നമുക്ക് വിധിച്ചിട്ടുള്ളൂ. അതാണ് ദൈവനിശ്ചയമെന്ന് നീ മുൻകൂട്ടി അറിഞ്ഞിരുന്നുവെന്നോ? എനിക്ക് എവിടെയും എത്തുവാനും ഒന്നിക്കുവാനും കഴിയില്ലെന്ന സത്യവും നിനക്ക് മുൻകൂട്ടി തന്നെ അറിയുകയും ചെയ്യുമെന്നോ? ജീവിതത്തെ എത്രമാത്രം സ്വാധീനിച്ച ഒരു സംഭവമായി തീർന്നു നമ്മുടെ ആദ്യത്തെ ആ കൂട്ടിമുട്ടൽ. ജീവിതത്തിൽ വല്ലാത്ത വഴിത്തിരിവുണ്ടാക്കിയ ആ സംഭവം, സ്വഭാവ ഘടനയ്ക്ക് പോലും രൂപാന്തരം വരുത്തിയ നിന്റെ സാന്നിധ്യം ഞാൻ ഓർമ്മിക്കുന്നു. നമ്മൾ പണ്ട് പണ്ട് ഒരിക്കൽ, ഇതാ ഒരിക്കൽ ഇവിടെ ആരംഭിക്കുകയായി. ഒരിക്കൽ ജീവിതത്തെ വല്ലാതെ സ്വാധീനിച്ച ഒരു സംഭവം, ജീവിതത്തിൽ വഴിത്തിരിവും അടിസ്ഥാനപരമായ മാറ്റവും ഉണ്ടാക്കിയ ഒരു സംഭവ വികാസം. അതേതാണ്? ഒരു സാധാരണ മനുഷ്യ ജീവിതത്തിൽ വലുതും ചെറുതുമായ എന്തെല്ലാം സംഭവങ്ങൾ ഉണ്ടാകുന്നു. താൽക്കാലികമോ ദൂരവ്യാപകമോ ആയ ഫലങ്ങൾക്കും ഇഷ്ടാനിഷ്ടങ്ങൾക്കും കാരണമായി തീർന്നുകൊണ്ട് ആത്മനിഷ്ഠമായ അഭിവീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ അവയുണ്ടാക്കിയ ആഘാത പ്രത്യാഘാതങ്ങളുടെ അടിസ്ഥാനത്തിൽ നല്ലതെന്നോ ചീത്തയെന്നോ പരാമർശിക്കപ്പെടാവുന്ന സംഭവങ്ങൾ. അവ ഭൗതിക ജീവിതത്തിലും അവസ്ഥയിലും മനുഷ്യന്റെ ആഭ്യന്തര ബാഹ്യ സാഹചര്യങ്ങളിലും ഒക്കെ ഉണ്ടാക്കാവുന്ന ക്ഷണികവും അല്ലാത്തവുമായ മാറ്റങ്ങൾ, മാനസികവും സ്വഭാവപരവുമായ ചര്യകളിലും ജൈവ ഘടകങ്ങളിലും
അവ ഏൽപ്പിക്കുന്ന മാരക പ്രഹരങ്ങൾ നൽകുന്ന സന്തുഷ്ട അഭീഷ്ടങ്ങൾ. ഈ സംഭവങ്ങൾക്കുള്ളിൽ തന്നെ വേറെയും ഘടകങ്ങളോ ഉപഘടകങ്ങളോ ഉണ്ടായി എന്ന് വരാം. അതിന് കാരണമായ പ്രകൃതി ശക്തികളോ സമൂഹമോ വ്യക്തിയോ എന്നിങ്ങനെ വ്യക്തിയാണെങ്കിൽ ആണോ പെണ്ണോ എന്നും. സാധാരണഗതിയിൽ ഒരാളുടെ സ്വഭാവഘടനയിലും വാസനകളിലും സമ്പ്രദായങ്ങളിലും ജീവിത വീക്ഷണത്തിലുമൊക്കെ സ്വാധീനം ചെലുത്തണമെങ്കിൽ അമ്മാതിരി ഒരു സംഭവം ഉണ്ടാകുന്നത് അഭിരുചികളും സ്വഭാവ പ്രത്യേകതകളും ഒക്കെ രൂപീകരിക്കപ്പെടുകയും വ്യക്തിത്വം ഉണ്ടായിത്തുടങ്ങുകയും ചെയ്യുന്ന ഈ യൗവനത്തിന്റെ പ്രാരംഭ പ്രഭാതങ്ങളിലെങ്ങോ ആയിരിക്കണം. ഞാൻ മനസ്സിൽ തിരയുകയാണ്. ഓർമ്മയിലൂടെ ഈ യൗവനത്തിന്റെ പ്രാചീന പ്രാന്തങ്ങളിലൂടെ സഞ്ചരിക്കുകയാണ്. പഴയ തിരുവനന്തപുരം, കറുത്ത നാട പോലെയുള്ള മെയിൻ റോഡ്, തിരക്കൊട്ടുമില്ല. ഇടുങ്ങിയ ചുമന്ന പൂഴി നിറഞ്ഞ ഇടവഴികൾ, മാടൻ തറകളും അമ്മൻ കോവിലുകളും മുടുക്കുകളും നിറഞ്ഞ ചെറിയ പട്ടണം. മരകളും മാമലകളും കടലും കായലും നിറഞ്ഞ ചെറിയൊരു സൗന്ദര്യഭൂമി. ഇവിടുത്തെ ആ പഴയ കൊച്ചു വഴികളൊക്കെ ഇപ്പോഴും എനിക്ക് തിരിച്ചറിയാനാവുന്നു എന്നതാണ് അത്ഭുതം. ആ ഇടുങ്ങിയ വഴികളിലൂടെ നടന്ന് ഞാൻ വെള്ളയമ്പലത്തെത്തുന്നു. വെളുത്തതോ അല്ലാത്തതോ ആയ ഒരമ്പലവും ഇല്ലാതിരുന്ന വെള്ളയമ്പലം. അവിടെ അന്ന് ഒരു ആൽമരച്ചുവട്ടിൽ കുങ്കുമം പുരട്ടി ചുമപ്പിച്ച് ചെത്തിപ്പൂമാലകളും ചാർത്തി വെച്ചിരുന്ന ഒരു യക്ഷിയമ്മൻ എന്ന് വിളിക്കപ്പെട്ടിരുന്ന അല്പം നീണ്ടുരുണ്ട ഒരു പാവം പാറക്കല്ല് മാത്രമേ അമ്പലവുമായി ബന്ധപ്പെട്ട ഒരു പദാർത്ഥമായി ഉണ്ടായിരുന്നുള്ളൂ. വൃദ്ധയായ സ്ത്രീ അതിനെ ശുശ്രൂഷിച്ചും പരിരക്ഷിച്ചും ചുറ്റി നടന്നിരുന്നു. ആരാധകർ വളരെ കുറച്ചു മാത്രം എന്നാണ് ഓർമ്മ. അതിനടുത്ത് തന്നെയായി ഇന്നത്തെ പോലെ തന്നെയുള്ള അന്നത്തെയും വാട്ടർ വർക്ക്സ്, അവിടുത്തെ മനോഹരവും ലളിതവുമായ പാർക്ക്, അതിനകത്തെ പ്രശാന്തിയിൽ അരികുമരങ്ങളുടെ സമൃദ്ധ വിസ്തൃതമായ തണൽ ദ്വീപുകൾ, ആ നിഴൽ താവളങ്ങളിൽ കിടന്നിരുന്ന സിമെന്റിൽ വാർത്ത സെറ്റുകളും കസേരകളും, ആ കസേരകളിലൊന്നിൽ വിസ്മയവും ആകാംക്ഷയും ആഹ്ലാദവും നിറഞ്ഞ മുഖത്തോടെ മുന്നിലേക്ക് നോക്കിയിരിക്കുന്ന ആ മെലിഞ്ഞ ഇരുപത്തിയൊന്നുകാരൻ യുവാവിനെ ഞാൻ തിരിച്ചറിയുന്നു. യൂണിവേഴ്സിറ്റി കോളേജിലെ മലയാളം MA വിദ്യാർത്ഥി N മോഹനൻ. അവന്റെ മുന്നിൽ സിമന്റ് സെറ്റിയിൽ ഒരു 18 വയസ്സുകാരി പെൺകുട്ടിയിരുന്നു. അതേ കോളേജിലെ ഓണേഴ്സ് ക്ലാസ്സിലെ 1ാം വിദ്യാർത്ഥിനി. അവളുടെ പേര് ഓ വേണ്ട, അത് പറയുന്നത് ശരിയല്ല. അവളെ അവൾ എന്ന് മാത്രം അറിയുക. അവൾ ഇരുന്ന സെറ്റിയുടെ പിന്നിൽ 10-20 അടി താഴ്ചയിലെ മണൽപ്പരപ്പിൽ 4-5 വയസ്സുള്ള ഒരു കൊച്ചു സുന്ദരി പെൺകുട്ടിയും 6-7 വയസ്സുള്ള ഒരു മിടുക്കൻ ആൺകുട്ടിയും ഓടിക്കളിച്ച് രസിച്ചിരുന്നു. അവളുടെ ആ മുതിർന്ന പെൺകുട്ടിയുടെ ഇളയ സഹോദരനും സഹോദരിയും. അവരെ പാർക്കിൽ കളിക്കാൻ കൊണ്ടുവരാനും സുരക്ഷിതമായി തിരിച്ചു വീട്ടിലെത്തിക്കാനും എന്ന വ്യാജഭാവത്തിലായിരുന്നല്ലോ ചേച്ചിയുടെ നിത്യ സായാഹ്ന സഞ്ചാരങ്ങൾ. എതിർവശത്തെ ബെഞ്ചിലിരുന്ന ആ യുവാവ് അനുരാഗബദ്ധമായ കണ്ണുകളോടെയായിരുന്നു ആ പെൺകുട്ടിയെ നോക്കിയിരുന്നത്. അനുരാഗത്തിൽ പെട്ടു എന്ന് പറഞ്ഞാൽ സ്വാധീനിക്കപ്പെട്ടു എന്നാണോ അർത്ഥം? എങ്കിൽ അങ്ങനെ തന്നെ. എന്നിരുന്നാലും എനിക്ക് എൻ്റെതായ സംശയമുണ്ട്. 18 മുതൽ 21 വരെയുള്ള പ്രായത്തിൽ മാത്രം അറിയുന്ന ഒരുവളെ പെൺകുട്ടി എന്നല്ലാതെ സ്ത്രീ എന്നൊക്കെ വിവരിക്കാനാകുമോ? സ്ത്രീ എന്ന നിർവചനത്തിൽ അവൾ പെടുമോ? ആരബ്ധ യൗവനത്തിന്റെ ആദ്യഘട്ടത്തിൽ എവിടെയോ എത്തിയിരുന്ന ഒരു യുവാവിനെ സ്വന്തം സൗന്ദര്യം കൊണ്ടും ജ്ഞാനവൈഭവം കൊണ്ടും സൗശീല്യം കൊണ്ടും താൻ അറിയാതെ സ്വാധീനം ചെയ്തിരിക്കാവുന്ന ഒരു പെൺകുട്ടി മാത്രമല്ലേ അവൾ? അന്ന് ആദ്യമായിരുന്നില്ല അവർ തമ്മിൽ കാണുന്നത്. ഇവിടെ വെച്ച് രാമചന്ദ്രൻ പരിചയപ്പെടുത്തിയതിനു ശേഷം എത്രയോ പ്രാവശ്യം ഇവിടെ വെച്ച് തന്നെ കണ്ടുമുട്ടി, കോളേജിലെ ആൾക്കൂട്ടത്തിൽ വേറെയും. പക്ഷെ അവൾ പറയുന്നത് അയാൾ കോളേജിലെ നേതാവും കഥയെഴുത്തുകാരനുമൊക്കെ ആയതുകൊണ്ട് നേരത്തെ അറിയാമെന്നും ഇവിടെ വെച്ച് പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് രാമചന്ദ്രൻ തന്നെ കോളേജിൽ വെച്ച് പരിചയപ്പെടുത്തിയിട്ടുമുണ്ട് എന്നാണ്. അപ്പോൾ അയാൾ വലിയ ഗമയും ഭാവവും ഒക്കെ കാണിച്ച് ചിരിയല്ലാത്തൊരു ചിരിയും വരുത്തി എങ്ങോ നോക്കി നിൽക്കുകയാണത്രേ ഉണ്ടായത്. മുഖത്തേക്ക് ഒന്ന് നോക്കുക പോലും ചെയ്യാതെ തനി തിരുവനന്തപുരം തണ്ട് കാണിച്ചു പോലും. പരിചയപ്പെടുത്തിയെന്ന് അവൾ പറയുന്ന രംഗം അയാൾക്ക് ഓർമ്മയുണ്ടായിരുന്നു.
തുടർന്ന് പറഞ്ഞ കാര്യങ്ങൾ ശരിയല്ലെങ്കിലും ന്യൂഡൽഹിയിൽ നടക്കുന്ന അന്തർ സർവകലാശാല യുവജനോത്സവത്തിലേക്കുള്ള യൂണിവേഴ്സിറ്റി കലാസംഘത്തിന് മലയാളം വകുപ്പിൽ വെച്ച് പരിശീലനം നൽകുന്നുണ്ടായിരുന്നു. ആ സംഘത്തിൽ ഗായികയായി അവൾ ഉണ്ടായിരുന്നുവത്രേ. അവളുടെ ക്ലാസ്മേറ്റും തൻ്റെ സ്നേഹിതനുമായിരുന്ന രാമചന്ദ്രനും ഗായകനായി ആ സംഘത്തിലുണ്ടായിരുന്നു. അവരുടെ പരിശീലനം കാണുവാൻ കോളേജ് യൂണിയൻ ഭാരവാഹിയായിരുന്ന അയാൾ പലപ്പോഴും പോകാറുണ്ടായിരുന്നു എന്നതും ശരിയാണ്. അപ്പോൾ കുറെ അധികം പെൺകുട്ടികളുണ്ടായിരുന്ന ഈ സംഘത്തിലെ ഈ അംഗത്തെയും രാമചന്ദ്രൻ പരിചയപ്പെടുത്തിയിട്ടുണ്ടാവാം. അന്ന് കമ്മ്യൂണിസം എന്ന മധുര മനോഹര സങ്കല്പമല്ലാതെ യാതൊരു മൃദുലഭാവവും മനസ്സിലുണ്ടാകരുതെന്ന് കർശനമായി സ്വയം നിർദ്ദേശിച്ചിരുന്ന അയാൾ അവരെ പൊതുവായി നോക്കി പല്ലിളിക്കുകയല്ലാതെ ആരെയും പ്രത്യേകമായി ശ്രദ്ധിച്ചിരുന്നില്ല എന്നത് മാത്രമായിരുന്നു സത്യം. എങ്കിലും സാമൂഹ്യ പ്രവർത്തനത്തിന്റെ ബാഹ്യഭാഗമായ ആ പരുക്കൻ രാഷ്ട്രീയ സ്വാധീനത്തിനെ അതിജീവിക്കുന്ന ഒരു കാൽപ്പനിക മാനവ ജീവിതത്തിന്റെ ഭാവവിലോലതകൾ എന്നും അയാൾ സ്വന്തമായി സൂക്ഷിച്ചിരുന്നു എന്നതാണ് സത്യം. അങ്ങനെ സാഹിത്യത്തിലും കലയിലുമൊക്കെ സ്വകാര്യ താല്പര്യങ്ങൾ ഉണ്ടാക്കി വെക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് അയാൾക്ക് സ്നേഹിതന്മാരായി കിട്ടിയതും സ്വാഭാവികമായി ആ രംഗത്തുള്ളവർ തന്നെയായിരുന്നു. ഇന്ന് പ്രശസ്ത ചിത്രകാരനായി അറിയപ്പെടുന്ന എ രാമചന്ദ്രൻ അന്നൊരു സാഹിത്യ വിദ്യാർത്ഥിയും സംഗീതം ശാസ്ത്രീയമായി തന്നെ പഠിച്ച ഗായകനുമായിരുന്നു. അവർ ഉറ്റമിത്രങ്ങളായി തീർന്നത് രണ്ടുപേരുടെയും മനോഘടനയുടെ സ്വാഭാവിക സാഹോദര്യം കൊണ്ട് മാത്രമാണ്. രണ്ടുപേരും പ്രേമത്തിൽപ്പെട്ടതും ഒരേ കാലത്തെ സമാന്തര സങ്കടങ്ങളായി. കഥയിലും കവിതയിലും കലയിലുമെല്ലാം ആശ്വാസവും വിമോചനവും സ്വാതന്ത്ര്യവും തേടി നടന്ന അയാൾ എന്നും ഒരു സ്വപ്നാടകനായിരുന്നു, കാൽപ്പനിക സഞ്ചാരി. കമ്മ്യൂണിസവും വിപ്ലവവും ഒക്കെ അയാൾക്കന്ന് കാൽപ്പനിക സ്വപ്നവും വ്യഥയും വീറുമായിരുന്നിരിക്കണം. അതുകൊണ്ടാണല്ലോ അന്ന് നിയമവിരുദ്ധമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിദ്യാർത്ഥി വിഭാഗത്തിൽ പ്രവർത്തിക്കുവാനും വർണ്ണവർഗരഹിതമായ സമത്വസുന്ദര ലോകം കെട്ടിപ്പടുക്കുവാൻ സ്വയം സമർപ്പിക്കുവാനും അയാൾ തീരുമാനിച്ചത്. അന്ന് ഓലമേഞ്ഞ പുരയായിരുന്ന തിരുവനന്തപുരം നന്ദാവനത്തെ പോലീസ് ക്യാമ്പ് തീ കത്തിക്കുവാനുള്ള സാഹസിക യജ്ഞത്തിൽ ഭാഗഭാക്കാകാൻ തയ്യാറായതും അതുകൊണ്ട് തന്നെ. ഒളിവിലായിരുന്നതിനാൽ അന്ന് എല്ലാവരും രഹസ്യമായി ആശാൻ എന്ന വ്യാജനാമത്തിൽ വിളിച്ചിരുന്ന സഖാവ് KV സുരേന്ദ്രനാഥ് സിറ്റി കമ്മിറ്റി സെക്രട്ടറി എന്ന നിലയിൽ അല്പം ഏകാധിപത്യ ഭാവത്തിലും ലേശം കർശന സ്വരത്തിലും നിർബന്ധമായി തടഞ്ഞില്ലായിരുന്നുവെങ്കിൽ അന്നത്തെ സ്റ്റുഡൻസ് ഫ്രാക്ഷൻ നേതാവായിരുന്ന സഖാവ് സണ്ണി സെബാസ്റ്റ്യന്റെ നിർദ്ദേശപ്രകാരം താൻ ഉൾപ്പെടെയുള്ളവർ മിക്കവാറും ആ തീയിലോ അനന്തര നടപടികളിലോ ആത്മാഹുതി ചെയ്യുമായിരുന്നു എന്നതും തീർച്ചയായിരുന്നുവല്ലോ. ഏതോ ഒരാദർശത്തെ, കാൽപ്പനിക സ്വപ്നത്തെ ചമത്കാരപൂർണമായ ദർശനമായി സാക്ഷാത്കരിച്ച് നടക്കുന്ന ദിവാസ്വപ്നങ്ങളുടെ നാളുകളായിരുന്നു അത്. സാഹിത്യവും കലയും എല്ലാം അതുപോലെ ആയിരുന്നു അന്ന്. അനിവാര്യമായ ഒരാവശ്യം, പ്രായത്തിന്റെ ഒരു നിർബന്ധം. അയാൾ പലപ്പോഴും വൈകുന്നേരങ്ങളിൽ വാട്ടർ വർക്സിലെ പാർക്കിൽ ചെന്നിരിക്കാറുണ്ടായിരുന്നു, മിക്കവാറും തനിച്ച്, അല്ലെങ്കിൽ ഏറ്റവും ഉറ്റ സ്നേഹിതന്മായ രാമചന്ദ്രനോടോ ONVയോടോ ഒത്ത്. രാമചന്ദ്രനും ONVയും ഉണ്ടെങ്കിൽ സായാഹ്നങ്ങൾ സംഗീത സമൃദ്ധമോ കാവ്യസമ്പന്നമോ ആയിത്തീരും. രണ്ടാൾക്കും അതിമനോഹരമായി കവിത ചൊല്ലാനാവും. ആ കാവ്യലഹരിയിൽ ലയിച്ചങ്ങനെയിരിക്കും. തനിച്ചാണെങ്കിൽ കയ്യിലെ പുസ്തകത്തിലെ ഒന്നോ രണ്ടോ താളുകൾ മറിയുകയേ വേണ്ടൂ. സ്വന്തം ഭാവനയിൽ മുങ്ങിമയങ്ങി ഏതോ വിദൂര സ്വപ്ന ലോകങ്ങളിൽ അലയും. സ്വന്തം വ്യക്തി ജീവിതത്തിന്റെ വ്യാകുലതകളിൽ നിന്നുള്ള വിമോചന യാത്രകൾ, തീർത്ഥാടനങ്ങൾ. എന്തായിരുന്നു ഇത്ര ചെറുപ്പത്തിലെയുള്ള ഈ വ്യാകുലതകൾ? അതിദയനീയമായ ഒരു ബാല്യകാലത്തിന്റെ ദാരുണവേദനകൾ, കൗമാരത്തിന്റെ കനിഞ്ഞ കിനാവുകൾ, സ്വകാര്യ വിഹ്വലതകൾ, നിഷ്ഫല മോഹങ്ങൾ, അമ്പരപ്പിക്കുന്ന ഇല്ലായ്മകൾ, സ്നേഹശൂന്യതയുടെ വല്ലായ്മകൾ, കൂട്ടുകുടുംബത്തിലെ ആൾക്കൂട്ടത്തിന്റെ നടുവിലെ നിസ്സഹായതകൾ, പാർക്കിലെ ചുവന്ന സായാഹ്നത്തിന്റെ വിഷാദപൂരിതമായ ഏകാന്തതയിൽ സുഹൃത്തുക്കളുടെ കവിതാലാപനത്തിലോ പുസ്തകങ്ങളുടെ താളുകൾ തുറന്നു നിന്ന വശ്യവിസ്മൃതിയുടെ ചിരപുരാതനകളിലോ സ്വന്തം ചുവടുകൾ ഇറക്കി മയങ്ങിക്കിടന്നു.
ഒരിക്കൽ ഒരു വൈകുന്നേരം ONVയുമൊത്ത് വാട്ടർ വർക്ക്സ് പാർക്കിലിരിക്കുമ്പോൾ ഞങ്ങളുടെ മുന്നിലെ മണൽപ്പരപ്പിൽ ഒരു കൊച്ചു പെൺകുട്ടിയും അവളുടെ ചേട്ടനെന്ന് തോന്നിച്ച ഒരാൺകുട്ടിയും കളിക്കുന്നുണ്ടായിരുന്നു. നല്ല കൗതുകം തോന്നിച്ച കുട്ടികൾ. നേരം ഇരുട്ടിത്തുടങ്ങിയിട്ടും കുട്ടികൾ കളി തുടരുന്നത് കണ്ടപ്പോൾ ഞങ്ങൾ അവരോട് വീടും വിലാസവും ഒക്കെ തിരക്കി. വീട് അടുത്തു തന്നെയായിരുന്നു. യക്ഷിയമ്മൻ ആൽത്തറയുടെ പിന്നിലെ വഴിയിൽ. തിരുവിതാംകൂർ കൊച്ചി സംസ്ഥാനങ്ങളുടെ സംയോജനത്തെ തുടർന്ന് തിരുവനന്തപുരത്തേക്ക് സ്ഥലം മാറി വന്ന ഒരു സെക്രട്ടേറിയറ്റ് ഉദ്യോഗസ്ഥനായിരുന്നു അച്ഛൻ. കുറച്ചു ദൂരമേ ഉള്ളുവെങ്കിലും ഇരുട്ടി തുടങ്ങിയ നേരത്ത് വിജനമായ വഴികളിലൂടെ കുട്ടികളെ തനിച്ചു വിടണ്ട എന്ന് കരുതി ഞങ്ങൾ അവരെ വീട്ടുവാതുക്കൽ കൊണ്ടുവിട്ടിട്ടാണ് പോയത്. അത് അത്ര വലിയ സംഭവമൊന്നുമല്ലെങ്കിലും അവരുടെ വീട്ടിൽ അതൊരു വലിയ പ്രശ്നമായെന്ന് പിന്നീടറിഞ്ഞു. പിൽക്കാലത്ത് ആ കുട്ടികളുടെ ചേച്ചി പറഞ്ഞു തന്നെയാണ് വിവരമറിഞ്ഞത്. കുട്ടികളെ, ശിശുക്കളെ മോഷ്ടിച്ചു കൊണ്ടുപോകുന്നവർ ഇറങ്ങിയ കാലമായിരുന്നു അത്. അങ്ങനെ ആരോ ആകും ഈ സംഭവത്തിന്റെ പിന്നിലെന്ന് ആ വീട്ടുകാർക്ക് ഉറപ്പായിരുന്നു. കുട്ടികളോടടുത്ത് സ്നേഹം ഭാവിച്ച് കൂട്ടുകൂടി വശീകരിച്ച് പതുക്കെ തട്ടിക്കൊണ്ടു പോവുക. എന്നിട്ട് അംഗവൈകല്യങ്ങൾ ഉണ്ടാക്കി പിച്ചക്കാരാക്കി ധനമാർഗത്തിന് ഉപയോഗിക്കുക. ആ കുട്ടികളുടെ ചേച്ചിക്ക് അത് തീർച്ച തന്നെ ഉണ്ടായിരുന്നു. അല്ലാതെ തിരുവനന്തപുരത്തുകാർക്ക് കുട്ടികളോട് പോലും നല്ല ചിന്തയോ സമീപനമോ നന്മയോ ഒന്നും ഉണ്ടാവാൻ ഒരു മാർഗവും ആ കൊച്ചിക്കാരി കണ്ടില്ല. അതുകൊണ്ട് തന്നെ ശിശുമോഷ്ടാക്കളെ കണ്ടുപിടിക്കാനും തീരുമാനിച്ചു. അങ്ങനെയാണ് മേലാൽ എന്നും കുട്ടികളോടൊപ്പം രക്ഷകർത്താവായി പാർക്കിൽ പൊയ്ക്കൊള്ളാമെന്ന് കയറിയേറ്റതും. നീചന്മാർ കുട്ടികളെ വശീകരിക്കാനുള്ള തുടക്കം മാത്രമല്ലേ ആയുള്ളൂ. ഇനിയും അവർ വരുമല്ലോ ബാക്കി പണിക്ക്. അപ്പോൾ പിടികൂടണം. അതായിരുന്നു പ്ലാൻ. എന്നും കുട്ടികളോടൊപ്പം വന്ന് പാർക്കിൽ അവരുടെ കളിസ്ഥലത്തു നിന്നും ദൂരെ മാറി പുസ്തകം വായിക്കുന്ന മട്ടിലിരുന്ന് പരിസര പരിശോധന അവൾ പതിവാക്കി. കുറെ പരിശ്രമിച്ചിട്ടും ഒരു ഫലവും ഉണ്ടായില്ല. അങ്ങനെ നിരാശപ്പെട്ടിരിക്കുന്ന ഒരു ദിവസമാണ് ഞാനും രാമചന്ദ്രനും കൂടി ചെല്ലുന്നതും പൂത്തുലഞ്ഞ് ചുവപ്പ് പന്തലിട്ടിരുന്ന ഒരു വലിയ വാഗമരത്തിന്റെ ചുവട്ടിലെ സിമന്റ് കസേരകളിൽ ചെന്നിരുന്നതും. കുട്ടികൾ ചേച്ചിയുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് പഴയ ശിശുമോഷ്ടാക്കളിൽ ഒരാളായ എന്നെ ചൂണ്ടിക്കാണിച്ചിരിക്കണം. അവൾ എഴുന്നേറ്റ് എന്നെ സൂക്ഷിച്ചു നോക്കുന്നതിനിടയിൽ രാമചന്ദ്രന്റെ ശ്രദ്ധയിൽപ്പെട്ടു എന്ന് തോന്നുന്നു. അവൾ എഴുന്നേറ്റ് അവരുടെ അടുത്തേക്ക് പോയി. ഞാൻ കയ്യിലിരുന്ന കവിതാ പുസ്തകത്തിന്റെ താളുകളിലേക്ക് കയറി. ജി ശങ്കരക്കുറുപ്പിന്റെ പുതിയ കവിതകളുടെ സമാഹാരമായിരുന്നു. മാസ്മരശക്തിയുള്ള അക്ഷരങ്ങൾ. ഞാൻ അതിലങ്ങനെ പെട്ടുപോവുകയായിരുന്നു. പൊടുന്നനെ ആ ഈരടികൾ ഉള്ളിൽ നിന്നുയർന്നു വന്ന ഏതോ ഒരലൗകിക ചൈതന്യം എന്നെ പിടിച്ചുലച്ചു. അറിയാതെ സ്വരമുയർത്തി ഞാൻ അങ്ങനെ വായിച്ചു. മുകളിലേക്കാൾ മുകളിലായി വർത്തിക്കും സകലഗമാം സനാതനാകാശമേ, അകലെയേക്കാൾ അകലെയാകുന്നു നീ, അരികിലേക്കാൾ അരികിലാണ് അത്ഭുതം. ആ മായിക ലാവണ്യത്തിൽ മുഴുകി അങ്ങനെയിരുന്നു. ആത്മാവിനുള്ളിൽ ഒരു മുരളീരവം മുഴങ്ങിയതുപോലെ, പീയൂഷധാര ഒഴുകിയതുപോലെ. രാമചന്ദ്രൻ വരട്ടെ, അവനെക്കൊണ്ട് ഉറക്കെ വായിച്ചു കേൾക്കണം. വായിച്ചനുഭവിച്ച ഒരു കവിത വികാരമധുരമായി വീണ്ടും വായിച്ചു കേൾക്കുമ്പോൾ അതിൽ ലയിച്ചിരിക്കുന്ന അനുഗ്രഹീത നിമിഷങ്ങളെ പോലെ മറ്റെന്തുണ്ട് കൈവല്യതം. അപ്പോഴാണ് ഒരു പെൺകുട്ടിയെയും കൂട്ടിയുള്ള രാമചന്ദ്രന്റെ വരവ്. അവൻ പരിചയപ്പെടുത്തി. നീ അറിയില്ലേ, നമ്മുടെ കോളേജിലാ, എൻ്റെ ക്ലാസ്സിൽ. ന്യൂഡൽഹി യൂത്ത് ഫെസ്റ്റിവലിന് എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. ഞാൻ നോക്കി. എവിടെയോ കണ്ടുമറന്ന മുഖം. പറഞ്ഞു, സന്തോഷം. ഞാൻ ഇവന്റെ സീനിയർ ക്ലാസ്സിൽ പഠിക്കുന്നു. മോഹനൻ കുലീനമായ ചിരിയോടെ പറഞ്ഞു. എനിക്കറിയാം. കഥാകൃത്തും കോളേജ് യൂണിയൻ നേതാവും ഒക്കെയല്ലേ. പോരെങ്കിൽ ഇതിനു മുമ്പ് ഇതേ രാമചന്ദ്രൻ തന്നെ കോളേജിൽ വെച്ച് പരിചയപ്പെടുത്തിയിട്ടുമുണ്ട്. ഞാൻ വല്ലാതായി. അവൾ എന്നെ സ്വാതന്ത്ര്യപ്പെടുത്തി. രാജാവിനെ എല്ലാവരും അറിയും. രാജാവ് എല്ലാവരെയും അറിഞ്ഞിരിക്കണമെന്നില്ലല്ലോ. ആ സ്വാതന്ത്ര്യത്തിലും പരിഹാസമുണ്ടായിരുന്നുവെന്ന് തോന്നി. വിളറിയ ചിരിയോടെ ഞാൻ കീഴടങ്ങി നിന്നു. അപ്പോഴാണ് അവളുടെ കയ്യിലെ പുസ്തകം ശ്രദ്ധയിൽപ്പെട്ടത്. മഹാകവി ജി ശങ്കരക്കുറുപ്പിന്റെ വിലാസലഹരി. ഓമർ ഖയാമിന്റെ പുസ്തകത്തിന്റെ മലയാള വിവർത്തനം. എനിക്ക് അത്ഭുതമായി. കവിത വായിക്കുന്ന പെൺകുട്ടിയോ? കവിത എഴുതുന്ന ബി സുഗതകുമാരിയെയും പന്തളം രാധാമണിയെയും ഞാനന്ന് കോളേജിൽ കണ്ടിരുന്നു. പക്ഷേ കവിത വായിക്കുന്ന ഒരു പെൺകുട്ടി എൻ്റെ പരിചയസീമയിലെങ്ങും അങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നില്ല. ആലോചിച്ചു നോക്കി. CK സുശീല, MG ഭവാനി, K ശാരദാമണി, ശാന്തകുമാരി,
സാവിത്രി, ഐഷ ഭായി, സാറാവർക്കി. ഇല്ല, ആരും കവിത വായിക്കുന്നത് കണ്ടിട്ടില്ല. കവിതയെപ്പറ്റി സംസാരിച്ചു പോലും കേട്ടിട്ടില്ല. കയ്യിൽ കവിതാ പുസ്തകവുമായി നിൽക്കുന്ന ഈ പെൺകുട്ടിയെ കണ്ടപ്പോൾ ശരിക്കും പകച്ചു. പിന്നെ വിചാരിച്ചു, ഓ, വായിക്കാനൊന്നും ആവില്ല തീർച്ച. വല്ലവർക്കും മടക്കി കൊടുക്കാൻ അച്ഛനോ ഏട്ടനോ മറ്റാരെങ്കിലുമോ ഏൽപ്പിച്ചതോ അങ്ങനെ എന്തെങ്കിലും ആകും. എന്തായാലും സ്വന്തം വിഷണ്ണതയുടെ വിഷയം മാറ്റാനുള്ള അവസരമായിരുന്നുവല്ലോ. അതുകൊണ്ട് കയ്യിലെ പുസ്തകത്തിൽ വിരൽ ചൂണ്ടി ചോദിച്ചു, വിലാസലഹരി അല്ലേ? ഉടൻ വന്നു മറുപടി, അതെ, ജിയുടെ തർജിമ വളരെ നന്നായിട്ടുണ്ട്. ചങ്ങമ്പുഴയുടെയോ കെ എം പണിക്കരുടെയോ വിവർത്തനത്തെക്കാൾ മെച്ചം. എനിക്കിഷ്ടമായി. അത്യത്ഭുതം! ജഗന്നാഥ, എന്താ ഈ കേൾക്കുന്നത്? 18-നപ്പുറം പ്രായമില്ലാത്ത ഫസ്റ്റ് ഓണേഴ്സുകാരി കൊച്ച്. നീണ്ടു തുടുത്ത മുഖത്തിന്റെ ഭംഗിയും വെളുത്ത വടിവും യൗവനത്തിന്റെ പ്രസരിപ്പും ഉത്സാഹവും പ്രസാദമധുരമായ പെരുമാറ്റത്തിന്റെ ഹൃദ്യതയും ഉള്ളിൽ തട്ടിയെങ്കിലും ഒന്ന് കൊള്ളിച്ചു ചോദിച്ചു, ഫിറ്റ്സ്ജെറാൾഡിന്റെ ഇംഗ്ലീഷ് വിവർത്തനം വായിച്ചിട്ടുണ്ടല്ലോ അല്ലേ? ഉടൻ വന്നു മറുപടി, പിന്നെ വിക്ടോറിയൻ പോയട്രി പഠിക്കുന്നതിന് മുമ്പ് ആവുന്നത് മറ്റു ഭാഷകളിലെ കവിത വായിച്ചു നോക്കിയാണ്. ഫിറ്റ്സ്ജെറാൾഡിന്റെ തർജിമയിൽ നിന്നല്ലേ എല്ലാ മലയാള വിവർത്തനവും? ഓ, അത് ശരി. വിക്ടോറിയൻ പോയട്രി പഠിക്കുന്നതിനുള്ള തയ്യാറെടുപ്പ്. ജി കുമാരപിള്ള സാറും അയ്യപ്പ പണിക്കർ സാറും ഒക്കെയല്ലേ പഠിപ്പിക്കുന്നത്? അവരാരെങ്കിലും പറഞ്ഞു കൊടുത്തു കാണും ഇതൊക്കെ വായിച്ചു നോക്കാൻ. അത്രയേ ഉള്ളൂ. അല്ലാതെ അത്ഭുതപ്പെടാൻ ഒന്നുമില്ല. തൽക്കാലത്തേക്ക് സമാധാനമായി. പെണ്ണിനത്രയ്ക്കൊക്കെ ഉള്ളൂ. എന്നാലും ഉയർന്ന സോപാന സന്നിധിയിൽ നിന്ന് താഴേക്ക് എറിഞ്ഞു കൊടുക്കുന്ന ഒരു ഉപദേശം എന്ന മട്ടിൽ പറഞ്ഞു, എം.പി. അപ്പന്റെ ഒരു തർജിമയുണ്ട്, ജീവിതോത്സവം. അതുകൂടി വായിച്ചു നോക്കൂ. മറുപടിക്ക് കാക്കാതെ കയ്യിലെ പുസ്തകം രാമചന്ദ്രന്റെ നേരെ നീട്ടി പറഞ്ഞു, നോക്ക്, ഇത് ഗംഭീരമായിരിക്കുന്നു. നീ ഒന്നുറക്കെ വായിക്ക്. അവൻ പുസ്തകം വാങ്ങി മറിച്ചു നോക്കി പറഞ്ഞു, ഓ, ജി അല്ലേ? എന്നാലും ഇന്നിത് വായിക്കേണ്ടത് ഞാനല്ല. കൂട്ടത്തിൽ വന്ന പെൺകുട്ടിയെ നോക്കി പറഞ്ഞു, ഇന്ന് ഈ കുട്ടി വായിക്കട്ടെ. പെൺകുട്ടി തെല്ലി പരിഭ്രമിച്ചതുപോലെ തോന്നി. മുഖം വല്ലാതെ ചുവന്നു. ചുവന്ന വാഗപ്പൂക്കളിൽ തട്ടി താഴേക്ക് വന്ന സായാഹ്ന പ്രകാശം ആ ചുവപ്പ് ലേശമൊന്ന് തിളപ്പിക്കുകയും ചെയ്തു. രാമചന്ദ്രൻ വളരെ നിർബന്ധിച്ചിട്ടാണ് അവൾ ഞങ്ങൾക്ക് അഭിമുഖമായ സെറ്റിയിൽ ഒതുങ്ങിക്കൂടിയിരുന്ന കവിത വായിച്ചത്. ഏതോ ആകാശദേവതയുടെ രമ്യമധുരമായ സ്വരം പോലെ തോന്നി. കവിത വായിച്ചു തീർന്നതിന് ശേഷവും അതിന്റെ അലയൊലി ആ അന്തരീക്ഷത്തിൽ സാന്ദ്രമധുരമായി മുഴങ്ങി നിന്നു. അകലേക്കാൾ അകലെയാകുന്നു നീ, അരികിലേക്കാൾ അരികിലാണ് അത്ഭുതം. കവിതയുടെ ഭാവസൗന്ദര്യ മാധുരിയും അത് വായിച്ചതിന്റെ ഹൃദ്യചാരുതയും മനസ്സിൽ തരളഭാവനയുടെ കൂടിളക്കി. വിവശപക്ഷങ്ങൾ ഇളക്കി. നിമിഷങ്ങൾ വയ്യായികയിൽ തളർന്നു കിടന്നു. നേരം വൈകിയല്ലോ ഈശ്വര എന്നോ മറ്റോ പറഞ്ഞ് അവൾ കുട്ടികളുടെ അടുത്തേക്കും തുടർന്ന് അവരോടൊപ്പം പുറത്തേക്കും ധൃതിയിൽ നടന്നുപോയി. തന്റെ ഇരിപ്പ് കണ്ട് രാമചന്ദ്രൻ അർത്ഥസൂചകമായി ചിരിച്ചു ചോദിച്ചു, നിനക്ക് എന്തു പറ്റിയടാ? ഒരു നിമിഷത്തെ വന്ധ്യമൗനത്തിനു ശേഷം ഒന്നുമില്ല എന്ന മട്ടിൽ പറഞ്ഞു, അകലേക്കാൾ അകലെയാണ് അത്ഭുതം. ചിരിയിലെ വിസ്തൃതിയും വ്യാകരണവും വ്യംഗ്യാർത്ഥവും വർദ്ധിപ്പിച്ചുകൊണ്ട് രാമചന്ദ്രൻ തറപ്പിച്ചു പറഞ്ഞു, അല്ല, അരികിലേക്കാൾ അരികിലാണ് അത്ഭുതം. അടുത്ത അധ്യായം അടുത്ത ദിവസം.